ഹിഷാമിനോട്, അമീറുൽ മുഅ്മിനീൻ ഹിഷാമിനോട്, ഭരണാധികാരിയോട് അതാ ഇബ്നു അബി റബാഹ് പറഞ്ഞത്, ഇത്തഖില്ലാഹ ഫീ നഫ്സിക്, ഇത്തഖില്ലാഹ ഫീ നഫ്സിക് ഫഇന്നക ഖുലിഖത വഹദക വഇന്നക തമൂതു വഹദക വഇന്നക തുഹ്ശറു വഹദക വഇന്നക തുഹാസബു വഹദക ഫലാ തറാ ഹുനാക അഹദൻ മിമ്മൻ തറാ എന്നൊക്കെയാണ്. എന്താ പറഞ്ഞത്? ഇത്തഖില്ലാഹ ഫീ നഫ്സിക്, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവനായി ജീവിക്കണം. കാരണം ഫഇന്നക ഖുലിഖത വഹദക, താങ്കൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ താങ്കൾ തനിച്ചാണ്, ഒറ്റക്കാണ് താങ്കളുടെ ജന്മം. വഇന്നക തമൂതു വഹദക, ഇനി താങ്കൾ മരിക്കുമ്പോഴും താങ്കൾ തനിച്ചാണ് മരിക്കുക. വഇന്നക തുഹ്ശറു വഹദക, പരലോക കോടതിയിലേക്ക് താങ്കൾ ഉയർത്തെഴുന്നേറ്റ് അവിടെ ഒരുമിച്ച് കൂടപ്പെടുമ്പോൾ താങ്കൾ തനിച്ചായിരിക്കും. വതുഹാസബു വഹദക, വിചാരണയുടെ വേദിയിൽ താങ്കളുടെ വിചാരണ താങ്കൾ തനിച്ച് ഏൽക്കേണ്ടവനാണ്. വിചാരണയിൽ ലാ തറ അഹദൻ മിമ്മൻ തറ, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കൊട്ടാരത്തിലെ പ്രമുഖർ, പ്രമാണിമാർ, അവരെ ആരെയും അവിടെ കാണൂല, താങ്കൾ തനിച്ചുണ്ടാവും. അതുകൊണ്ട് ഇത്തഖില്ലാഹ ഫീ നഫ്സിക്, അള്ളാഹുവിൽ തഖ്വയുള്ളവനായി ജീവിക്കുക, ഇതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു എന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നത്, ഫഅകബ ഹിശാമുൻ അലൽ അർദി യൻകുതു ഫിൽ അർദ് എന്നാണ്. സിംഹാസനത്തിലിരിക്കുന്ന ഹിശാം അദ്ദേഹം നിലത്തെ കണ്ട് വീണിരുന്നു. തൻ്റെ കയ്യിലുള്ള ഒരു കോല് കൊണ്ട് അദ്ദേഹം മണ്ണിൽ കുത്തി വഹുവയബിക്കി എന്നാണ്, അദ്ദേഹം കരയുകയായിരുന്നു എന്ന്. ആ രംഗം സംജാതമായപ്പോൾ ഖാമൽ അതാ ഇബ്നു അബി റബാഹ് അവിടുന്ന് എഴുന്നേറ്റ് പുറപ്പെട്ടു. ചരിത്രം പറയുന്നത്, അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങി വാതിൽ മുറിച്ച് കിടക്കുന്ന ആ സമയം ഒരു കിഴിയുമായി കൊട്ടാരത്തിൽ നിന്ന് ഒരു ദൂതൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദാ മാ അമറഹു ലക അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് അമീറുൽ മുഅ്മിനീൻ നൽകി അയച്ചതാണ് ഈ കിഴി എന്ന്. അതിനോട് അതാ ഇബ്നു അബി റബാഹ് പറഞ്ഞത്, മാ അസ്അലുകും അലൈഹി അജ്റ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. മാ അസ്അലുകും അലൈഹി അജ്റ, ഞാൻ ഈ നിർവഹിച്ചതിന് ഒരു കൂലിയും നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എനിക്കുള്ള കൂലി എൻ്റെ റബ്ബുൽ ആലമീനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത വിഷയമാണ്, ഞാനത് അവിടെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് റാവി പറയുന്നത്, വമാ ശരിബ മിൻ ഇൻദിഹി ഖത്രത മാ എന്നാണ്. ഒരു തുള്ളി വെള്ളമെങ്കിലും ആ രാജസദസ്സിൽ വെച്ച് കുടിക്കാതെയാണ് അതാ ഇബ്നു അബി റബാഹ് തൻ്റെ ഈ ദൗത്യം നിർവഹിച്ച് അവിടെ നിന്ന് മടങ്ങുകയുണ്ടായത്. ഈ കിഴിയും തിരസ്കരിക്കുകയുണ്ടായത്. കൂലി ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്